ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബാക്ക് സ്റ്റിച്ചിൻ്റെ വേരിയേഷൻസ് ആണ്. ബാക്ക് സ്റ്റിച്ചിന് 3 വേരിയേഷൻസ് ഉണ്ട്. ഒന്നാമത്തത് ഹാഫ് ബാക്ക് സ്റ്റിച്ച്, രണ്ടാമത്തത് സ്റ്റെം സ്റ്റിച്ച്, മൂന്നാമത്തത് ബാക്ക് വിത്ത് വിപ്പിഡ്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ഈ ബാക്ക് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചുകളിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചാണ്. അതായത് നമ്മൾ തയ്യൽ മെഷീനിലൊക്കെ തയ്ക്കുമ്പോൾ വരുന്ന ടൈപ്പ് സ്റ്റിച്ചാണ് ഈ ബാക്ക് സ്റ്റിച്ച്. ഇപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ സൂചി ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്തരെയാണോ സ്പേസ് വേണ്ടത് അത്രയും സ്പേസ് മാറ്റി ഒന്നുകൂടെ ഒന്ന് കുത്തി മണ്ടയിലോട്ട് എടുക്കാം. എന്നിട്ട് ഇപ്പം മണ്ടയിലോട്ട് എടുത്ത ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ, അത് നമ്മൾ നേരെ ഇതുപോലെ ലാസ്റ്റ് എവിടെയാണോ നമ്മൾ കുത്തി ഇറക്കിയത് അങ്ങോട്ട് ഈ സൂചി കൊണ്ട് കുത്തും. അതായത് ഒരു ലൂപ്പ് പോലെ. ഇപ്പോൾ പേര് പോലെ തന്നെ ഇത് ബാക്കിലോട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രണ്ടിലോട്ട് ഇതുപോലെ തയ്ച്ചു, പിന്നെ ആ വരുന്ന ഒരു ത്രെഡിനെ നമ്മൾ ബാക്കിലോട്ട് തയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സ്റ്റെം സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്ക് സ്റ്റിച്ചിൻ്റെ ബാക്ക് സൈഡ് എപ്പോഴും സ്റ്റെം സ്റ്റിച്ചാണ് വരുന്നത്. ഈ ബാക്ക് സ്റ്റിച്ച് ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കട്ട് ചെയ്ത് കളയാം. ഇൻ കേസ് ഇത് തെറ്റിപ്പോയാൽ കട്ട് ചെയ്ത് കളയാനൊക്കെ ഭയങ്കര പാടാണ്. അതുപോലെ തന്നെ ഇത് ലാസ്റ്റ്, അതായത് എൻഡിങ് നോട്ട് എങ്ങനെ ഇടുന്നതെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എവിടെയാണോ തയ്ച്ച് തീർന്നത് അവിടുന്ന് സൂചി താഴോട്ടിറക്കി നമ്മൾ ലാസ്റ്റ് ഇട്ട ആ ഒരു ഹൂപ്പ് ഉണ്ടല്ലോ സ്റ്റിച്ചിൻ്റെ, അതിലോട്ട് ഇതുപോലെ ഒന്ന് കയറ്റിയിട്ട് നമ്മളിത് ഇപ്പം ഈ വന്ന ലൂപ്പിൽ കൂടെ ഒന്ന് കയറ്റി ഒന്ന് വലിച്ചാൽ ഇത് നോട്ട് വീഴും കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര സ്ട്രോങ് ആണ്. ഇത് അത്ര പെട്ടെന്നൊന്നും പോകത്തുമില്ല. രണ്ടാമത് നമ്മൾ നോക്കുന്നത് ഹാഫ് ബാക്ക് സ്റ്റിച്ചാണ്. ഈ ഹാഫ് ബാക്ക് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഇതും പേര് പോലെ തന്നെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് തന്നെയാണ് തയ്ക്കുന്നത്. പക്ഷേ അതിൻ്റെ ആ സ്പേസ് നമ്മൾ ഫുൾ യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ആദ്യം നമ്മൾ തയ്ച്ചപ്പോഴത്തേക്കിനും നമ്മൾ എവിടെയാണോ സൂചി ഇറക്കിയത് അതുവഴി തന്നെയാണ് രണ്ടാമത് സ്റ്റിച്ച് നമ്മൾ കൊണ്ടുവന്ന് കയറ്റിയത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ആ സ്പേസിലെ നടുക്കൂടെയാണ് നമ്മൾ സൂചി ഇറക്കുന്നത്. ഇതും സ്ട്രോങ് ആണ്. പക്ഷേ ഇതിൻ്റെ ബാക്ക് വശം കാണാൻ സ്റ്റെം സ്റ്റിച്ച് പോലെ തന്നെ ഇരിക്കും. പക്ഷെ കുറച്ചുകൂടെ എന്താ പറയുന്നത് ഗ്യാപ്പുള്ള സ്റ്റെം സ്റ്റിച്ചായിട്ടും ഫ്രണ്ട് വശം ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ചായിട്ടുമാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് ഹാഫ് ബാക്ക് സ്റ്റിച്ചാണ്. നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റെം സ്റ്റിച്ചാണ്. ഈ സ്റ്റെം സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ തയ്ക്കാം. ഇപ്പോൾ ഞാനിവിടെ തയ്ച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ച്, ഒരു റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ അടുത്തത് തയ്ക്കുകയാണ്. അതായത് ഇതുപോലെ ഒന്ന് കുത്തി ഇറക്കി സ്പേസ് വിട്ടിട്ട് പിന്നെ അടുത്തതിൻ്റെ നടുക്കോട്ട് ഇതുപോലെ ഒന്ന് കുത്തുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്കല്ലാതെ നമ്മൾ ഓരോ തവണ ഇപ്പോൾ ഈ സൂചി കയറ്റുന്ന അതുവഴി അതിൻ്റെ, അതായത് ലാസ്റ്റ് സ്റ്റിച്ച് എവിടെയാണോ നിന്നത് അതിലോട്ടും നമുക്ക് സൂചി കയറ്റി ഇതുപോലെ സ്റ്റെം സ്റ്റിച്ച് തയ്ച്ചെടുക്കാമെന്നാണ്. അപ്പോൾ ഇതും സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ്. ഇത് വേറൊരു മെത്തേഡാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ ബാക്ക് വിത്ത് വിപ്പിഡ് ആണ്. അപ്പോൾ നമ്മൾ ബാക്ക് സ്റ്റിച്ച് തയ്ച്ച് വെച്ചായിരുന്നല്ലോ. അപ്പോൾ വിപ്പിഡ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേ സൈഡിലോട്ട് തന്നെ നൂല് കയറ്റുന്നതിനാണ് വിപ്പിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഓരോ സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പിൽ കൂടെയും ഒരേ സൈഡിലോട്ട് നമ്മൾ നൂല് ഇതുപോലെ ഒന്ന് കയറ്റി ഇറക്കണം. അപ്പോഴാണെങ്കിൽ ഇത് ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു സ്റ്റിച്ചായിട്ട് വരും. അപ്പോൾ ബാക്ക് സ്റ്റിച്ചിന് ഇച്ചിരി വളവൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്റ്റിച്ചാവും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ടാറ്റാ.